ഹലോ ഫ്രണ്ട്സ്, റിച്ച് ആയിട്ടുള്ളൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടത്. ഞാൻ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഫ്ലേവറിനായിട്ട് ഡ്രൈഡ് സ്വീറ്റ് ജിഞ്ചർ എടുത്തിട്ടുണ്ട്. പിന്നെ അത്തിപ്പഴം, ആപ്രിക്കോട്ട്, ഡേറ്റ്സ്, ഓറഞ്ചിൻ്റെ സെസ്റ്റ്, ചെറി എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഡ്രൈഡ് സ്വീറ്റ് ജിഞ്ചർ, കാഷ്നട്ട്, ഓറഞ്ചിൻ്റെ നാരങ്ങയുടെ തൊലി വിളയിച്ചത്, അത്തിപ്പഴം, ഡേറ്റ്സ്, ആപ്രിക്കോട്ട്, ചെറി ഇതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൈസസ് എടുത്തിട്ടുണ്ട്. ഗ്രാമ്പു, ഏലയ്ക്ക, കറുവാപ്പട്ട, ജാതിക്ക. 1 കപ്പ് പഞ്ചസാര കാരമൽ ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ നാരങ്ങയുടെ തൊലി എടുത്താട്ടോ ഇത്. കാഷ്യൂ, ബദാം കൊണ്ട് കട്ട് ചെയ്ത് 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ബ്രൗൺ ഷുഗർ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. 6 മുട്ട ഓരോന്നോരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. സ്പൈസസ് പഞ്ചസാര പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. ഓറഞ്ചിൻ്റെ സെസ്റ്റൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്യുക. പിന്നെ 1 ടീസ്പൂൺ തേൻ ചേർക്കുന്നുണ്ട്. പിന്നെ 3 കപ്പ് മൈദയാണ് എടുക്കുന്നത്. 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 3/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. 3 പ്രാവശ്യം അരിച്ചെടുത്ത് വെക്കുക. നമ്മൾ കരമേൽ ചെയ്ത് സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സില്ലേ, അതിനകത്തോട്ട് ഞാൻ 2 ടീസ്പൂൺ റമ്മിനകത്ത് സോക്ക് ചെയ്ത ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഇത് 1 വർഷം മുമ്പ് ഞാൻ ഇട്ട് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ. ഇതും കൂടെ ചേർത്തപ്പം കേക്കിന് നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആട്ടോ കിട്ടിയത്. പിന്നെ ഓയിൽ 1 കപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ ഓൾറെഡി 200 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാട്ടോ 1 കപ്പ് ഓയിൽ എടുത്തത്. പൊടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനകത്ത് കുറച്ച് പൊടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. 3 ട്രേക്കകത്തോട്ട് ഞാൻ ഈ ബാറ്റർ മാറ്റുന്നുണ്ട്. 150 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്ത് എടുത്തപ്പം അട്ടിപ്പൊളി നമ്മുടെ പ്ലം കേക്ക് റെഡിയായി. അങ്ങനെ 7 ദിവസം കഴിഞ്ഞാട്ടോ ഇത് പുറത്തെടുത്തത് കട്ട് ചെയ്യാൻ. അപ്പം ഇതിൻ്റെ ലുക്ക് നോക്കിയേ, എന്നെ രസമാണ്. ഇത്ര പെർഫെക്ഷനായിട്ട് എനിക്ക് ആദ്യമായിട്ടോ ഇങ്ങനെ കിട്ടിയത്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴും ബെറ്ററായി വരികയാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ. ഇതിൻ്റെ ലുക്ക് നോക്കി എന്ന രസം ഇത് കാണാമെന്ന്. ഇത് നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന കേക്കിനെ വെല്ലുവിളിക്കുന്നൊരു കേക്ക് തന്നെ കേട്ടോ. ഒന്നും പറയാനില്ല ഗൈസ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. അപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you next video.